ഹലോ കൂട്ടുകാരെ, ഇന്നലെ കമൻസിലൊരു ഡൗട്ട് കണ്ടിരുന്നു. ട്വിൻ ഫ്ലെയിം യൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ക്ലിയറായിട്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്താണ്? മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെ യൂണിവേഴ്സൽ എനർജിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ വൈബ്രേഷനിലേക്ക്, ഹയർ വൈബ്രേഷനിലേക്ക് എത്തി നിന്നുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അത് നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത്, അല്ലേ? ഇതാണൊരു ബേസിക് ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവർ മാസ്റ്റർ സോളായിരിക്കും. സ്പിരിച്വൽ വർക്കൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ അവർ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആയിട്ട് മാറും. അവരുടെ തോട്ട്സ് പോലും ആ സ്പോട്ടിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയിലേക്കൊക്കെ ട്വിൻ ഫ്ലെയിംസ് അലൈൻ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം വന്നിട്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ചല്ല, ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സെയിം സോളാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്നത് ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലാണ്, അല്ലേ? അതായത് എനിക്ക് വേണ്ട മറ്റേതോ ഒരു കാര്യം, ഇനിയൊരാൾ, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ പാർട്ടിനെ നമ്മൾ കാണുന്നത് വേറൊരാളായിട്ടാണ്, അല്ലെങ്കിൽ അതായത് എൻ്റെ അടുത്തില്ലാത്ത ഒരു സംഭവം, എൻ്റെ അടുത്തില്ലാത്ത ഒരു എനർജി, അതാണ് ആ ഒരു ബോഡിയിലുള്ള എനർജി. വേറാസ് ആ എനർജി നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവാറില്ല ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണെന്നൊന്നും പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിംസ് സെയിം സോൾ എനർജറ്റിക് ഫീൽഡ് ക്യാരി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേഷൻ കോൺഷ്യസ്നെസ് വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന എന്താണ്? ഒരു ലാക്കിൻ്റെ എനർജിയാണ്, അല്ലേ? അതായത് ആ ഒരു ആൾ എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഹാപ്പിനെസ് വരും. എഗെയിൻ അവിടെ ഹാപ്പിനെസ്സിന് ലാക്കാണ്, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് ലാക്കാണ്. ട്വിൻ ഫ്ലെയിം ജേർണി ഇങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഔട്ടർ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആ ഒരു എനർജീനെ നമ്മൾ ഇൻറ്റേർണലി ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഇന്നർ മസ്കുലിനെ നിങ്ങൾ ഹീൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജി വരും. അതായത് ഇപ്പോൾ ഉള്ള ഒരു ലാക്കിൻ്റെ ഒന്നും എനർജി അല്ല, നമ്മൾ ഒരു 5Dയിൽ ട്വിൻ ഫ്ലെയിമുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആവും. അവിടെ ഒരു വൺനെസ്സിൻ്റെ എനർജി നമുക്ക് ഫീൽ ആവും. അതായത് ആ ബോഡിയിലുള്ള അതും ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളവിടെ ലാക്കിൻ്റെ എനർജി ഫീൽ ആവുന്നില്ല. ആൻഡ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്കോ ഒരു യൂണിയൻ വേണമെന്നുള്ള ഒരു ഇതിലേക്കോ നമ്മൾ വരുന്നില്ല. അവിടെ നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂണിയനിലാണെന്നുള്ള ഒരു എനർജിയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒന്നാണ്, ഐ എം കംപ്ലീറ്റ് ഇൻ മൈസെൽഫ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരും. ഇവിടെ നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മളുടെ ഡിവൈൻ അലൈൻമെൻറ്റിലേക്കാണ്. അതായത് ആ ഡിവൈനുമായിട്ടുള്ള ഒരു മേർജിങ്ങിലേക്കാണ്, നമ്മളുടെ പർപ്പസ് ചെയ്യാനായിട്ടാണെന്ന് പറയാം. നമ്മളെല്ലായ്പ്പോഴും ഒരു ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ട് ഇപ്പോൾ ഉള്ള ഞാനിൽ ഞാൻ കംപ്ലീറ്റ് ആണ് എല്ലാ വിധത്തിലും എന്ന് വിചാരിച്ച് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ കൂടെ നമ്മൾ ഉള്ളിൽ ഫീലാവുന്ന ദിവസം നമ്മൾ ആ ഇമോഷൻസ് അവിടെ കൊടുത്തു കഴിഞ്ഞു. അതായത് ഞാൻ കംപ്ലീറ്റ് ആണെന്നുള്ള ഒരു ഇമോഷൻസ് കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറലി നമ്മളുടെ ഔട്ടർ റിയാലിറ്റിയിലുള്ള നമ്മുടെ കൗണ്ടർ പാർട്ട് നമ്മളിലേക്ക് മാഗ്നറ്റൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഫോഴ്സിബിളി ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടി നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഹീലായി ആ ഒരു ഇന്നർ യൂണിയനിലേക്ക് വന്ന് നമ്മളുടെ ആ ഒരു ഡിവൈൻ യൂണിയനൊക്കെ ആയിക്കഴിയുമ്പോൾ നാച്ചുറലി ആ ഒരു ട്വിൻ ഫ്ലെയിം യൂണിയനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത്
മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഗോ വിത്ത് ദ ഫ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഫോഴ്സിബിളി ഇരുന്ന് എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മേ ബി ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ വരുമായിരിക്കും, മേ ബി ഒന്ന് കാണാൻ വരുമായിരിക്കും, പക്ഷെ അതൊരിക്കലും ഒരു ഡിവൈൻ യൂണിയൻ ആവുന്നില്ല. ദാറ്റ് മീൻസ് ഒരു പെർമനൻറ്റ് 3D യൂണിയൻ ആവുന്നില്ല. അപ്പോൾ ബീയിങ് എ ട്വിൻ ഫ്ലെയിം, നിങ്ങളൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ എല്ലായ്പ്പോഴും വർക്ക് ചെയ്യേണ്ടത് ഒരു ഡിവൈൻ യൂണിയന് വേണ്ടി തന്നെയാണ്. അവിടെ ട്രിഗേഴ്സ് കാണില്ല. ഈ ഇടയ്ക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഇൻസ്റ്റൻറ്റ് യൂണിയനൊക്കെ നടക്കുമ്പോൾ പിന്നെയും ട്രിഗേഴ്സ് ആയിരിക്കും, പിന്നെയും നമ്മുടെ എനർജി ലോ ആയതുപോലൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നാച്ചുറലി ആ ഒരു ഫ്ലോയിലേക്ക് വരിക, ആ ഒരു ഫ്ലോയിലൂടെ നാച്ചുറലി ആ ഒരു എനർജീസ് യൂണിവേഴ്സിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ, ആ ഒരു യൂണിയനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ട്രിഗേഴ്സ് ഇല്ല, ഇൻസെക്യൂരിറ്റീസ് ഇല്ല, അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും, കോ ക്രിയേഷൻ്റെ എനർജി ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൗണ്ടർ പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അത് ചോദിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി അതിനുള്ള സ്പേസ് എനർജറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു കമ്പൈൻഡ് പർപ്പസിനുള്ള എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈൻ യൂണിയനിൽ വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. ഇവിടെ ഒരു തരത്തിലുള്ള ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിലൂടെ പോലും നടക്കാറുണ്ട് മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആയതുകൊണ്ട്. പക്ഷേ ട്വിൻ ഫ്ലെയിം യൂണിയനിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആ എനർജിയിൽ, ഒരു ഹയർ എനർജിയിൽ, ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വന്നു കഴിഞ്ഞ് മാത്രം നാച്ചുറലി മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.